Hi dears, welcome back to my channel. I am Ilhan. അപ്പോൾ ഇന്ന് ഒരു മേക്ക് വീഡിയോ ആണ് കാണിക്കുന്നത്. മേക്ക് ഓവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ ഹാളിൻ്റെ ഒരു കോർണറിൽ ചെറിയൊരു സ്പേസ് ഉണ്ട്. ഒരു ബുക്ക് ഷെൽഫൊക്കെ വെച്ചിട്ടുള്ളൊരു സ്പേസ് ആണത്. അപ്പോൾ അവിടെ അത്ര ഭംഗിയായിട്ടൊന്നും അല്ല ഇരിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ട് ഒന്ന് അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ക്ലീനിങ്ങിനും ഇത് അറേഞ്ച് ചെയ്യാനൊക്കെ എൻ്റെ മക്കൾ രണ്ടുപേരും ഉണ്ട്. അപ്പോൾ ആ ഒരു ക്ലീനിങ്ങും അറേഞ്ച്മെൻറ്റും ഒക്കെ നമുക്കൊന്ന് കാണാം. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഒന്ന് അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഒരു സെറ്റിയും അതുപോലെ ഒരു കോഫി ടേബിളും ഒരു ബുക്ക് ഷെൽഫ് മാത്രമാണ് ഇവിടെ ഉള്ളത്. ഈ ബുക്ക് ഷെൽഫിൻ്റെ മുകളിലൊക്കെ ആകെ അതും ഇതൊക്കെ വെച്ച് വൃത്തികേടായിട്ട് കിടക്കുകയാണ്. അതേപോലെ ആ കോർണറിൽ കുറച്ച് സ്പേസ് വേക്കൻ്റായിട്ടും കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് ഈ ബുക്ക് ഷെൽഫിൻ്റെ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു, പ്ലാന്റ്സ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നമ്മുടെ സെറ്റിയിൽ നമ്മളൊരു ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. അതേപോലെ കോഫി ടേബിളിൻ്റെ മുകളിൽ ചെറിയൊരു സിങ്കോണിയം പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അതേപോലെ നമ്മൾ കോർണറിൽ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റഡി ടേബിളിൻ്റെ മുകളിൽ ഞാനൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റാണ് ആദ്യം വെച്ചിട്ടുള്ളത്. അത് വാക്സ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. തൊട്ടടുത്തൊരു മഞ്ജുള പോത്തോസും അതിൻ്റെ തൊട്ടടുത്തൊരു ശംഖ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു മൊമൻറ്റോ വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മളൊരു ഗോൾഡൻ പോത്തോസും കൂടെ വെച്ചിട്ടുണ്ട്. അതേപോലെ ഷെൽഫിലിരുന്ന ബുക്സ് എല്ലാം നമ്മൾ പൊടിയൊക്കെ തുടച്ച് വൃത്തിയാക്കി ഷെൽഫിൽ അടുക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു സ്റ്റഡി ടേബിളും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ സ്റ്റഡി ടേബിളിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മളൊരു സ്റ്റാൻഡ് വെച്ചു. ആ സ്റ്റാൻഡിൽ നമ്മൾ കുറച്ച് പ്ലാന്റ്സ് വെച്ചു. ഏറ്റവും മുകളിലായിട്ട് ഞാൻ ഗോൾഡൻ പോത്തോസാണ് വെച്ചിട്ടുള്ളത്. അത് താഴത്തേക്ക് ഹാങ് ചെയ്ത് നിൽക്കുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. എൻ്റെ തൊട്ട് താഴെ ഒരു സാൻസിവേരി പ്ലാന്റും അതിന് താഴെ നമ്മളൊരു എന്താ പറയുക ഒരു സിസി പ്ലാന്റിൻ്റെ ചെറിയൊരു ചെടിയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ കോർണറിൽ നമ്മളൊരു സ്റ്റൂൾ ഇട്ടിട്ടുണ്ട്. ആ സ്റ്റൂളിന് പുറത്ത് ഒരു വലിയ സിസി പ്ലാന്റും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ കോർണർ ഫില്ല് ചെയ്തു. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമ്മളൊരു കലണ്ടറും കൂടെ തൂക്കിയിട്ടിട്ടുണ്ട്. നമുക്ക് അവിടെ വെറുതെ കിടക്കാണല്ലോ എന്ന് വിചാരിച്ചൊരു കലണ്ടറും കൂടെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗം ഏകദേശം ഒന്ന് ഫില്ലായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ വലിയ തെറ്റില്ലാത്ത രീതിയിൽ ഇപ്പോൾ ആ ഒരു കോർണർ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.